ഞാൻ പ്രാക്ടീസ് തുടങ്ങി 1989-90 കാലത്ത്. കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയൊന്നും ആയിരുന്നില്ല. ഇപ്പോഴൊക്കെ വളരെ ശാന്തവും സൗമ്യസുന്ദരവുമായ ഒരു പ്രദേശമായിട്ടാണ് ഹൈക്കോടതി കരുതപ്പെടുന്നത്. ജഡ്ജിമാരെല്ലാവരും വളരെ ശാന്തരാണ്, സ്നേഹസമ്പന്നരാണ്, സുസ്മേരവദനരാണ്. യുവ അഭിഭാഷകരോടൊക്കെ വളരെ കാരുണ്യപൂർവ്വം പെരുമാറുന്നവരാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ല. ജില്ലി ഝങ്കാര നാദമണ്ഡിതവും സിംഹവ്യാഘ്ര ഭല്ലൂക ശല്യാദി മൃഗനിഷേവിതവുമായ ഒരു ഘോര വിപിനം എന്ന് സി വി രാമപിള്ള മാർത്താണ്ഡവർമ്മയിൽ എഴുതിയ പോലെയായിരുന്നു. അക്കാലത്തെ ഗടാഗടിയന്മാരായ ഒരുപാട് ജഡ്ജിമാരുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഗംഭീരൻ എന്ന് പറയുന്നത് കെ എസ് പരിപൂർണൻ ആയിരുന്നു. കെ എസ് പരിപൂർണൻ എന്നാരും പറയില്ല, പരിപൂർണ സ്വാമി എന്നേ പറയൂ. ഈ സ്വാമി ഒരു ഗംഭീരനായിരുന്നു. ഏതാണ്ട് 6 അടിയോളം പൊക്കവും കരിവീട്ടി കടഞ്ഞ നിറവും നെറ്റിയിൽ ഭീഷണമായ ഒരു ചന്ദനക്കുറിയും, അത് നമ്മൾ സാധാരണ കണ്ട പോലത്തെ കുറിയല്ല, ആകൃതിയിലുള്ളതാണ്. അങ്ങനെയുള്ള പിന്നെ മേഘഗർജനം പോലുള്ള ശബ്ദവുമായിരുന്നു സ്വാമിക്ക്. ഈ സ്വാമിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ നടുങ്ങും. അങ്ങനെയുള്ള സ്വാമി ആരെങ്കിലും പിടിച്ചാൽ അവൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കവേ ഒരു ദിവസം അന്നത്തെ ലേബർ കമ്മീഷണറായിരുന്ന വളരെ സത്യസന്ധനായ സൽഗുണസമ്പന്നനായ സുന്ദരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, IAS കാരനാണ്, മിടുമിടുക്കനാണ്. അദ്ദേഹം നേരത്തെ എറണാകുളത്ത് കളക്ടറായിരുന്ന ആളാണ്. ഞാനിപ്പോൾ പുള്ളിയെ മോശക്കാരനാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. ദീർഘകാലം ലേബർ കമ്മീഷണറായിരുന്നു. ഇദ്ദേഹം ഒരു കോടതി അലക്ഷ്യ കേസിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച സംഭവിച്ചതിനെ തുടർന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാനായിട്ട് സ്വാമി കൽപ്പിച്ചു. സ്വാമി അങ്ങനെയാണ് കൽപ്പിക്കുകയാണ് ചെയ്യുക, ഉത്തരവിടുകയല്ല. സ്വാമിയുടെ കൽപ്പനയെ തുടർന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ, ഈ IAS കാരൻ കോടതിയിൽ ഹാജരായി. അപ്പോൾ അദ്ദേഹം കോടതിയിൽ വരുന്നു എന്നറിഞ്ഞ് സ്വാമി ഇദ്ദേഹത്തെ കശാപ്പിയും എന്ന് മനസ്സിലാക്കി ഞങ്ങളെപ്പോലുള്ള യുവ അഭിഭാഷകരൊക്കെ ഈ കഠോര കൃത്യം കാണാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. പണ്ട് ഈ ഫ്രഞ്ച് വിപ്ലവമൊക്കെ നടക്കുമ്പോൾ ആളുകളെ ഗില്ലറ്റിൻ ചെയ്യുന്ന കാണാനായിട്ട് ജനക്കൂട്ടം തടിച്ചു കൂടുമായിരുന്നു. രാജാവിൻ്റെ തലവെട്ടുന്നത്, രാജ്ഞിയുടെ തലവെട്ടുന്നത്, കന്യാസ്ത്രീകളുടെ തലവെട്ടുന്നത്, പ്രധാനപ്പെട്ട വൈദികരുടെ തലവെട്ടുന്നത്, അതുപോലെ പിന്നീട് വിപ്ലവ നേതാക്കന്മാരുടെ തന്നെ തലവെട്ടുന്നത്. അങ്ങനെ തലവെട്ടുന്നത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ പാരീസിൽ തടിച്ചു കൂടുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കോടതി അലക്ഷ്യ കേസിൽ പിടിക്കുമ്പോൾ അത് കാണാനായിട്ട് കുറേ ആൾ കൂടും. വിവരമില്ലാത്ത പ്രായമായതുകൊണ്ട് ഞാനും അതിന് പോയി എന്നുള്ള സത്യമാണ്. സ്വാമി ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്ത രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗർജനവും ഈ ഉദ്യോഗസ്ഥൻ്റെ ഒരു ദൈന്യതയും. സ്വാമി പറഞ്ഞ ഞാനിപ്പോൾ വാചകങ്ങളടക്കം ഓർക്കുന്നുണ്ട്. വാട്ടർലൂ മിസ്റ്റർ സ്വാൻസോ, ദിസ് കോർട്ട് ഹാപ്പൻ ടു ബി ദ വാട്ടർലൂ ഓഫ് മെരി ആൻ ഓഫീസർ. ഡു യു നോ, ബൈ എ സിംഗിൾ സ്ട്രോക്ക് ഓഫ് മൈ പെൻ യുവർ പോസ്റ്റ് വിൽ ബി വാനിഷ്ഡ് ഇൻ ടു ദ തിൻ എയർ എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞ അതിൻ്റെ എഫക്റ്റില്ല. പരിപൂർണ സ്വാമി ഇത് പറഞ്ഞപ്പോൾ ഈ ഹൈക്കോടതിയുടെ, ഇപ്പോഴത്തെ ഹൈക്കോടതിയല്ല, പഴയ ഹൈക്കോടതിയുടെ ഭിത്തികളൊക്കെ വിറച്ചു എന്നുള്ളതാണ്, പ്രകമ്പനം കൂട്ടും. അങ്ങനെ റിച്ചർ സ്കെയിലിൽ 8 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് ആ കോടതിയിലുണ്ടായത്. ആ ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ ഇപ്പോൾ വളരെ കാലമായിട്ട് കാണാറില്ല. പിൽക്കാലത്ത്, അതായത് 1996-2000 കാലയളവിൽ ശ്രീമതി ജസ്റ്റിസ് KK ഉഷ ഈ കോടതി അലക്ഷ്യ കേസുകൾ കേട്ടിരുന്ന കാലത്ത് പ്രമുഖരായ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, IAS ഉൾപ്പെടെ ഈ കോടതിയിൽ ഹാജരാക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ പ്രമുഖരായ പല വ്യക്തികളും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി തീർന്ന വിനോദ് റായ് അതിലൊരാളാണ്. അതുപോലെ ചീഫ് സെക്രട്ടറി ആയി തീർന്ന ഗാനരേതാവ് കൂടിയായിട്ടുള്ള K. ജയകുമാർ, പിന്നെ പ്രമുഖ ഫോറൻസിക് സർജൻ ഡോക്ടർ ഉമാദത്തൻ, ഇവരൊക്കെ വ്യക്തമായിട്ട് ഓർക്കും. അന്നും കൗതുകരമായിട്ടുള്ള പല രംഗങ്ങളും ഉണ്ടായിട്ട്, പക്ഷേ പരിപൂർണ സ്വാമി പിടിച്ച പോലത്തെ പിടുത്തം ആരെയും പിടിച്ചിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് നമ്മുടെ ജസ്റ്റിസ് ഉഷയും ശിവരാജനും ഉൾപ്പെട്ട ബെഞ്ച് അന്നത്തെ ചീഫ് സെക്രട്ടറി മോഹൻകുമാറിനെ കോടതിയിൽ വിളിച്ച് ഭയങ്കരമായിട്ട് ആക്രോശമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും 3-3.5 മണിക്കൂർ പുള്ളി നിന്ന് ഒക്കെ ചെയ്തു. ആ കോടതി അലക്ഷ്യ കേസിൽ വേറൊരു പ്രതിയായിരുന്നു പിന്നീട് നമ്മുടെ പോലീസ് മേധാവിയായി തീർന്ന ദർവേഷ് സാഹിബ്, ഷെയ്ഖ് ദർവേഷ് സാഹിബും ആ കേസിൽ തന്നെ പ്രതിയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള തമാശകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഏതാണ്ട് പരിപൂർണ സ്വാമിയുടെ പഴയ പിടുത്തത്തിന് ശേഷം
കേരള ഹൈക്കോടതിയിൽ സമീപ ദിവസം ഉണ്ടായ ഒരു പിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ IAS ഉദ്യോഗസ്ഥന്മാരായ മുഹമ്മദ് ഹനീഷിനെയും അതുപോലെ K ബിജുവിനെയും ഈ കശുവണ്ടി അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റിസ് ബദറുദ്ദീൻ പിടിച്ചപ്പെടുത്തുമായിരുന്നു. ഏതാണ്ട് പരിപൂർണ സ്വാമിയെ നമ്മൾ ഓർത്തു. അത്ര എത്തിയില്ല എങ്കിൽ പോലും തരക്കേടില്ലാത്തൊരു സംഗതിയായിരുന്നു. കാരണം ഈ ഹൈക്കോടതി എന്ത് ഉത്തരവിട്ടാലും ഉദ്യോഗസ്ഥന്മാർക്ക് പഴയ പോലെ വിലയില്ല. ഇന്ന് പണ്ടൊക്കെ തഹസിൽദാർക്കെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് തന്നെ പേടിയുണ്ട്. ഇപ്പോൾ വില്ലേജ് ഓഫീസർമാർക്ക് പോലും പേടിയില്ലാത്ത കാലമാണ്. ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്താൽ അതിൽ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നടപ്പാക്കാനായിട്ട് കക്ഷികൾ പിന്നെ താലൂക്കിൽ, കളക്ടറേറ്റിൽ, വില്ലേജിൽ കയറിയിറങ്ങി നടക്കും. ഒരു നിവൃത്തിയിലാണ്ട് വരുമ്പോൾ കോടതി ലക്ഷ്യത്തിന് നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചാലും പുല്ലുവിലയാണ്. അത് കഴിയുമ്പോൾ കോടതി ലക്ഷ്യത്തിന് ഹർജി കൊടുക്കും. കോടതി ലക്ഷ്യ കേസ് വരുമ്പോഴും ഇവർ പല അബദ്ധ പറയുന്നതല്ലാണ്ട് വിധി ഒരിക്കലും നടപ്പാക്കിയില്ല. അങ്ങനെ ഒരു കേസ് കൊടുത്താൽ പോരാ, വിധി വാങ്ങിച്ചാൽ പോരാ, കോടതി ലക്ഷ്യ കേസ് തന്നെ കൊടുത്താൽ എന്തെങ്കിലും നടപ്പാവുകയുള്ളൂ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീനെ പോലുള്ള ആളുകളുടെ ആവശ്യം ഇതാണ്. അല്ലെങ്കിൽ പരിപൂർണ സ്വാമി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഇങ്ങനെയുള്ള സമയത്താണ്. അപ്പോൾ ഇതുപോലെ 2-3 പേരെ പിടിച്ചാൽ, പ്രത്യേകിച്ച് IAS ഉദ്യോഗസ്ഥന്മാർ, പ്രധാനപ്പെട്ട ആളുകളെ ശരിക്കും ഒരു പിടുത്തം പിടിച്ചാൽ കുറേ കാര്യങ്ങൾക്കെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ ഹൈക്കോടതിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ജസ്റ്റിസ് ബദറുദ്ദീനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു അവതാരം നമ്മൾ കാണുന്നത്. പല ജഡ്ജിമാരും ഈ കാര്യങ്ങളൊക്കെ വളരെ ഉദാസീനത പുലർത്തുന്നവരാണ്. ഈ ശ്രീമതി ജസ്റ്റിസ് ഉഷയുടെ കോടതിയിൽ കുറച്ച് ദിവസം അവർ ലീവ് എടുത്തുകൊണ്ട് മറ്റൊരു ജഡ്ജിയുടെ കോടതിയിൽ പോകാനുള്ള ഭാഗ്യം അല്ലെ അവസരം എനിക്കുണ്ടായി. അത് വളരെ സൗമ്യരായ സുസ്മേരവദനായ ഒരു ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുപോലൊരു കോടതി ലക്ഷ്യ കേസായിട്ട് ചെന്നു. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർക്കെതിരാണ്. ഈ ഇൻസ്പെക്ടർ ചെയ്തത് തനി തോന്നിവാസമാണ്. കോടതി ഉത്തരവ് കിട്ടിയതിന് ശേഷം അതിനെ മറികടക്കാൻ വേണ്ടി അന്ന് നാട് ഭരിച്ചിരുന്ന CPM-കാരുടെ താല്പര്യപ്രകാരം പുള്ളി വ്യാജമായിട്ടൊരു രേഖ ഉണ്ടാക്കി. ഇത് വ്യാജരേഖയാണെന്ന് അറിയാതെ ഞാൻ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ എതിർഭാഗം വക്കീൽ വളരെ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി തട്ടിപ്പാണെന്നുള്ളത്. പുള്ളി ഇത് കോടതിയിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്തു. ഇന്ന രീതിയിലാണ് തട്ടിപ്പ്. പക്ഷേ ബഹുമാനപ്പെട്ട ജഡ്ജി സൗമ്യനും സ്നേഹസമ്പന്നനും സുസ്മേരവദനും ആയതുകൊണ്ട് പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളി പറഞ്ഞു, വാട്ട് ഈസ് കണ്ടപ്റ്റ്, യു ആൻഡ് മീ നോ വാട്ട് ഈസ് കണ്ടപ്റ്റ്, ബട്ട് ദ റെസ്പോണ്ടൻറ്റ് കനോട്ട് സ്ലീപ്പ് ഇൻ ദ നൈറ്റ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഈ കോടതി ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രേ ഉള്ളൂ, പക്ഷേ ഇതിൽ പ്രതിയാകുന്ന ആളുണ്ടല്ലോ അയാൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ കണ്ടംപ്റ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ജഡ്ജിമാരാണ് സത്യം പറഞ്ഞാൽ ഈ കോടതിയെയും കോടതി ഉത്തരവുകളെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചികിത്സ ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. കോടതി പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ ഇടാൻ താല്പര്യമില്ല, കോടതിയുടെ നിർബന്ധത്തിന് വഴിപ്പെട്ട് പ്രോസിക്യൂഷന് സാങ്ഷൻ കൊടുക്കുകയാണെന്നൊക്കെ എഴുതി വെക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്കുള്ള സ്ഥലം ശരിക്കും പറഞ്ഞാൽ പൂജപ്പുര ജയിലാണ്. അത് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള ഷോക്ക് ചികിത്സ പല രോഗങ്ങൾക്കും ഉത്തമ ചികിത്സയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.